I think every photographer need an iPad. ഐപാഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാണല്ലോ ഒരു എഡിറ്റിംഗ് പവർ ഹൗസ് ആണ് സാധനം. നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പ് ആവട്ടെ, ലൈറ്റ് റൂം ആവട്ടെ, റിസോൾവ് ആവട്ടെ, പ്രീമിയർ പ്രോ ഉണ്ട്, പിന്നെന്താ FCP ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധാ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. ചിലർ VN അങ്ങനെയൊക്കെ, അതായത് മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് കറന്റ്ലി ഇതിൽ അവൈലബിൾ ആണ്. വിൻഡോസ് അല്ലെങ്കിൽ ഒരു മാക്ബുക്കിലുള്ള ഒരു സംഭവം, ഒരു എഡിറ്റിംഗ് പാറ്റേൺ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു പകുതിയും മൊബൈൽ ലെവലിൻ്റെ ഒരു പകുതി, അങ്ങനെ രണ്ടും കൂടെ നമുക്കൊരു ആ ഒരു പാറ്റേണിലുള്ള ഒരു എഡിറ്റിംഗ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അല്പം കൂടി സിമ്പിളാണ്. ലൈക്ക് നമ്മളൊരു വലിയ ഡിസ്പ്ലേയിൽ ആ ലെവലിൽ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രസമുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അല്പം കൂടെ സൂം ചെയ്ത് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മാക്സിമം കൺട്രോൾ ചെയ്യുക. ഒരു കീബോർഡ് മൗസും ഒന്നും കൂടുതൽ ഉപയോഗിക്കാണ്ട് കൂടുതലും പെന്നും നമ്മുടെ കൈകളും മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുക. അതൊരു പ്രത്യേക രസമുള്ളൊരു പരിപാടിയാണ് ആ എഡിറ്റിംഗ് പാറ്റേൺ. പിന്നെ അത്യാവശ്യം നല്ല പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ സ്പീഡായിട്ട് ഈ പരിപാടി കഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു എഡിറ്റിംഗ് പവർ ഹൗസ് എനിക്ക് ഇതിലിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഫീൽ ചെയ്തതാണ്. ഇഷ്ടംപോലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇതിലുണ്ട്. നമുക്ക് എല്ലാവർക്കും വർക്ക് എടുക്കാൻ ഇഷ്ടമാണ്, എഡിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. മെയിനൊരു കാര്യം കൺഫ്യൂഷൻ. ഏത് വർക്ക് പോസ്റ്റ് ചെയ്യണം, ഇത് പോസ്റ്റ് ചെയ്ത് നന്നായിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് നീണ്ടു പോകുന്ന ഒരു കൺഫ്യൂഷൻ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സോർട്ട് ചെയ്ത് ചെയ്യാനുള്ള ഒരു മടി. ഐപാഡ് വരുമ്പോഴത്തേക്കും ഇതിനെല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റേഷ്യോ അറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം. സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വർക്കുകളെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാം. ഏതൊക്കെ വർക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും പരിപാടിയെല്ലാം ഇതിലെ പല ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് വേണം ചെയ്യാം. അതുകൊണ്ട് അതിൻ്റെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യണമെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഡേറ്റ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏതൊക്കെ ദിവസമാണ് അപ്ഡേറ്റ് ആകുന്നത് എന്നുള്ള നോട്ട്സും പരിപാടിയെല്ലാം ഇത് ചെയ്ത് വെക്കാം. സോ അതുകൊണ്ട് സോഷ്യൽ മീഡിയ അപ്ലോഡിങ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് പിടിച്ച പരിപാടി നമ്മുടെ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് പരിപാടി നീങ്ങും. ഇറ്റ്സ് ലൈക്ക് ക്ലയൻറ്റ് പ്രസൻറ്റേഷൻ. നിങ്ങൾ സാധാരണ ക്ലയൻസിനൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് നോർമലി എങ്ങനെയാണ് ചെയ്യാറ്? ഒന്ന് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഇൻസ്റ്റ പേജ് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ഫോൺ കൊണ്ട് നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ നോക്കാൻ വേണ്ടി പറയും. അതുമല്ലെങ്കിൽ മാക്സിമം ഒരു ലാപ്പ് കൊണ്ടുപോകും. ലാപ്പ് കൊണ്ടുപോയതിന് ശേഷം വർക്ക് കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടുത്തെ ഇരിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും നിങ്ങളുടെ ഫയലോ ഫൂട്ടേജോ നിങ്ങളുടെ ഔട്ടോ ഒക്കെ. പക്ഷെ അതിനേക്കാൾ ഒരു പ്രോ ലെവൽ അല്ലെങ്കിൽ ഒരു പോർഷൻ ലെവല് നിങ്ങൾക്ക് ഐപാഡിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഫസ്റ്റ് ഒരു റിച്ച്നെസ് കിട്ടും. രണ്ടാമത് നിങ്ങളുടെ ഔട്ടിൻ്റെ ഒരു മാക്സിമം ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ഇത്രയും ഒരു വലിയ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് വലിയ ഡിസ്പ്ലേയിൽ അവരുടെ കയ്യിൽ ഈ ഐപാഡ് കൊടുത്തിട്ട് അവർ തന്നെ ഇരുന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കി നിങ്ങളുടെ വർക്ക് കൂടുതൽ മനസ്സിലാക്കും. ഇങ്ങനെ ഐപാഡൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സും ഒന്ന് ഇമ്പ്രസ് ആവും. അതേപോലെ ചില കസ്റ്റമർ വീട്ടിലല്ലാണ്ട് നമുക്കിപ്പോൾ മാള് കഫേ അങ്ങനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയും. അങ്ങനെ കാണുമ്പോഴും ഐപാഡ് കയ്യിൽ വെച്ചിരുന്ന ഐപാഡ് കൊണ്ടുപോകുന്നതാണ് അല്പം കൂടെ ഒരു കംഫർട്ട്. നിങ്ങൾ മാളിൽ പോകുമ്പോഴത്തേക്കും നോർമലി ഒരു ഇരിക്കാനുള്ള സ്പേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നായിരിക്കും കാണിക്കേണ്ടത്. സോ ഫോണിൽ കാണിക്കുന്നത് ഒരു സുഖമുള്ള പരിപാടിയല്ല. അതേ സമയത്ത് നിന്നുകൊണ്ട് ഒരു ലാപ്പ് എടുത്ത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുക്കുന്നതും വലിയ സുഖമുള്ള പരിപാടികൾ. അതിനേക്കാളും ഐപാഡിൽ കാണിക്കുന്നതായിരിക്കും രസം. ഒരു പോർഷ. പ്ലാനിങ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ് ABCDയിൽ മറ്റും പറഞ്ഞിട്ടുള്ളത്. സോ ദ തിങ് ഈസ്, ഏതൊക്കെ വർക്ക്സ് പെൻഡിങ് ഉണ്ട്, ഏതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എത്രയൊക്കെയാണ് അതിൻ്റെ എമൗണ്ട് ബാലൻസ്, ഇതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് ഒരു ഏണി പിടിച്ച പരിപാടിയാണ്. കൂടുതലും ബുക്സ് അല്ലെങ്കിൽ ഡയറീസിലായിരിക്കും നമ്മൾ കൂടുതൽ നോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്താണ് എങ്കിൽ നമ്മുടെ കയ്യിൽ ഡയറീസും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയാൽ ഇത്തിരി പാടാം. ഐപാഡിലെ നോട്ട്സ് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക. സോ ഇങ്ങനത്തെ ഈ എമൗണ്ടിൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ട്, ലൈക്ക് ആൽബം റെഡിയായി, വീഡിയോ പെൻഡിങ് ഉണ്ട്, ഹൈലൈറ്റ് പെൻഡിങ് ഉണ്ട്, അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ വെഡ്ഡിങ് ഡേയ്സിൽ വരുന്ന കൺഫ്യൂഷൻ, ഏതൊക്കെ വർക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ചില ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ ടാസ്ക് ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ടൈറ്റായി പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നമുക്ക്
ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. പിന്നെ പ്ലാൻസ്, ഒരു ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഔട്ട്ഡോർ ഷൂട്ട് നമുക്കൊരു അത്യാവശ്യം ഒരു വലിയ രീതിയിൽ 360 ഇരുന്ന് കാണുക, അല്ലെങ്കിൽ ആ ഇമേജസ് ഒക്കെ അത്യാവശ്യം നൈസായിട്ട് നോക്കുക. നമുക്ക് എടുക്കേണ്ട ഫോട്ടോസ് എല്ലാം റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് വയ്ക്കുക. ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ടോട്ടൽ പ്ലാനിങ്, ലൈക്ക് ട്രാവൽ ഇവിടെ നിന്ന് എത്ര ദൂരമാണ്, ട്രാവൽ എക്സ്പെൻസ്, അവിടെ ചെന്നിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ വീഡിയോ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കുള്ള സ്റ്റോറി ബോർഡ് സെറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് വർക്കിന് പോകുന്നത്, അങ്ങനെ നമുക്ക് വേണ്ട പ്ലാനുകളുണ്ടല്ലോ. ഈ പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. സോ ഈ ചാർട്ടിങ്, പ്ലാനിങ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡയറിയിൽ എഴുതി വെക്കുന്നേക്കാളും മൊബൈലിൽ നോക്കുന്നേക്കാളും നൈസാണ് ഐപാഡിൽ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഒരു ട്രാവൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത് എത്രത്തോളമാണ് ഹെൽപ്ഫുൾ. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും സ്പോട്ട് എഡിറ്റ്. നമ്മൾ എവിടെയെങ്കിലും ആണ് അല്പം റഷ് സ്ഥലത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിലുള്ള ഈ സ്പോട്ട് എഡിറ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളൊരു മാക്ബുക്ക് വെച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു സ്പേസ് നമുക്ക് അല്പം കൂടെ ഫ്രീ ആക്കും നമ്മുടെ കയ്യിൽ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് ആപ്ലിക്കേഷൻസും എല്ലാം അവൈലബിൾ ആണ്. ഒരു ട്രാവൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഔട്ട്ഡോറും പരിപാടിയൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്നാമത്തെ കേസ് നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് വേണം. മാക്ബുക്കിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഐപാഡിനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആപ്ലിക്കേഷൻസിൻ്റെ ഒരു കുമ്പാരം ഇതിലുണ്ട്. ഒരു മിനി മാക്ബുക്ക് ലെവൽ ആപ്ലിക്കേഷൻസും കിട്ടും, ഓൾമോസ്റ്റ് ഫോണിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻസും കിട്ടും. അങ്ങനത്തെ രണ്ടും കൂടെ ഉള്ളൊരു പരിപാടി നമുക്കിതിൽ കൂടുതൽ അവൈലബിൾ ആണ്. പിന്നെ ഈ സ്പോട്ട് എഡിറ്റ് ഓൾവേസ് ലൈക്ക് മാക്ബുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും മാക്ബുക്ക് ഓൾവേസ് ലൈക്ക് പെർഫോമൻസ് വൈസ് നമുക്കൊരു ഹെവി ലോഡ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നൈസ് മാക്ബുക്ക് തന്നെയാണ്. അത്രമാത്രം ഹെവി ലോഡ് എഡിറ്റ് അല്ലാത്ത നമ്മൾ നോർമൽ റീൽ പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള എഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂട്യൂബ് വീഡിയോസിനൊക്കെ വേണ്ടിയുള്ള എഡിറ്റൊക്കെ ഇതൊക്കെ ഐപാഡിൽ ഇപ്പോൾ കൂടെ സിമ്പിളായിട്ട് ചെയ്യാം. ചിലവർ മാക്ബുക്കിൽ എക്സ്റ്റേണൽ കീബോർഡ്സും മൗസും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് ഇത് നമുക്ക് പെന്ന് മാത്രം യൂസ് ചെയ്തിട്ട് സ്പോട്ടിൽ അല്പം കൂടെ സിമ്പിളായിട്ട് നമുക്കിത് എഡിറ്റിംഗ് പർപ്പസ് കൂടുതൽ ഈസി ആക്കും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് എവിടെയെങ്കിലുമൊക്കെ എടുത്തങ്ങ് ഇട്ടിരുന്നാൽ മതി. കമ്പയർ വിത്ത് മാക്ബുക്ക്, എവിടെയെങ്കിലും നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ട് അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുക, ലൈക്ക് മാക്ബുക്ക് എടുത്ത് ഇങ്ങനെ മടിയിലൊക്കെ വെച്ച് ഇതിന് ചെയ്യുന്നത് ഒരു റഫ് പിടിച്ച പരിപാടിയാണ്. അത് നമുക്ക് ഭയങ്കര ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യേണ്ടി വരും. നമ്മൾ അല്പം കൂടെ എഫേർട്ട് മാക്ബുക്കിലോട്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരു പുറത്ത് എവിടെയെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൾ സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വല്പം കൂടെ പാടാം. അതിനേക്കാളും നമ്മൾ ഐപാഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാം, വേറെ ഇങ്ങനെ ചരിഞ്ഞിന്ന് എഡിറ്റ് ചെയ്യാം, കിടന്നിങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കയറി ഇരുന്ന് ഉള്ള സ്പേസ് വേണമെങ്കിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഐപാഡ് വെച്ച് നോക്കാം. അങ്ങനെ എന്തൊക്കെ പരിപാടി വേണോ ഈ സാധനത്തിൽ പറ്റും. അതൊരല്പം കൂടെ നൈസാണെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് ദാറ്റ് രസം, വാട്ട് ഐ മീൻ രസം ഈസ് ആ രസം. ഓക്കെ, അതായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് ആസ് ആൻ എക്സ്റ്റേണൽ മോണിറ്റർ ഓർ എക്സ്റ്റേണൽ ഡിസ്പ്ലേ. നമ്മളിപ്പോൾ ഒരു എഡിറ്റിംഗ് പരിപാടിയൊക്കെ നമ്മൾ മാക്ബുക്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മാക്ബുക്കിൻ്റെ സ്ക്രീൻ സൈസ് എപ്പോഴും ചെറുതാണ്. സോ നമുക്കൊരു ടൈം ലൈനും മോണിറ്ററും എഫക്ട്സും എല്ലാം ഒരൊറ്റ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഏറ്റവും സിമ്പിളാണ് ഒരു കസ്റ്റമൈസ് ചെയ്ത് ഒരു നെക്സ്റ്റ് ഡിസ്പ്ലേ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. സോ ഞാനെപ്പോഴും കൂടുതൽ എഡിറ്റ് ചെയ്യുന്നത് മാക്കിലും അതിൻ്റെ റിവ്യൂ കാണുന്നത് എപ്പോഴും ഐപാഡിലായിട്ടാണ് എപ്പോഴും ചെയ്യാറ്. അത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഐപാഡ് ടു മാക്ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ മോണിറ്ററിങ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഇത് സ്ക്രീൻ മോണിറ്ററിങ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാംസ്, ആവശ്യമുള്ള പരിപാടി എല്ലാം എടുത്ത് വാരി വലിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് മാക്ബുക്കിലുള്ള എല്ലാ പരിപാടിയും വാരി വലിച്ച് നേരെ ഇതിലോട്ട് ഐപാഡിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വർക്ക് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്, ഒരു രക്ഷ ഉണ്ടാകത്തില്ല, ഈസി ആയിട്ട് വർക്ക് നടക്കുകയും ചെയ്യും. അതേപോലെയാണ് ടെതറിംഗ് ഡിസ്പ്ലേ. അത് ഞാൻ യൂസ് ചെയ്യുന്ന നിക്കോൺ Z6, Z8 ഒക്കെയാണ്. അപ്പോഴത്തേക്കും അതിലെന്തായാലും ഒരു ഫ്ലിപ്പ് ഔട്ട് ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ നമുക്ക് കണ്ട് വർക്ക് ചെയ്യാനുള്ളത് ഒരു വല്ലാത്തൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഒരു ടെതറിംഗ് ഡിസ്പ്ലേ ആണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും ഒരു സോളോ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാറ്. സോളോ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു ടെതറിംഗ് ഡിസ്പ്ലേയുടെ ആവശ്യം എപ്പോഴും എനിക്ക് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പോക്കറ്റ് ക്യാംസ് യൂസ് ചെയ്യുമ്പോഴും പോക്കറ്റ് ക്യാംസിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ചെറിയ ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ടും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്യാമിൽ ഫ്ലിപ്പ് ഔട്ട് ഇല്ലാത്തത് കൊണ്ടും എനിക്കൊരു ഐപാഡ് വരുമ്പോഴത്തേക്കും ഒരു എക്സ്റ്റേണൽ ഒരു ടെതറിംഗ് ഡിസ്പ്ലേ ഞാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രീതിയിൽ കംഫർട്ട് ആവാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു മോഡലിംഗ് ഷൂട്ടോ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ടെതർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ലൈറ്റിപ്പും കാര്യങ്ങളും കളേഴ്സും കൂടുതൽ അല്പം കൂടി ഒരു പ്രോ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് ഭയങ്കര കംഫർട്ടായിരിക്കും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റും. അത് വർക്കിൻ്റെ ഔട്ടിൽ നല്ല രീതിയിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ്സ്. പേഴ്സണലി ഐ ലവ് ഐപാഡ് വൈൽ യൂസിങ് ഫോർ എനിക്ക് പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടൊക്കെ എനിക്ക് അല്ലെങ്കിൽ നോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതിനൊക്കെ നമുക്കൊരു സ്പോട്ട് അടിച്ചിലേക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ടോട്ടലി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഒരു ഐപാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് മോസ്റ്റ്ലി ഹെൽപ്ഫുൾ തിങ് ആൻഡ് ഐ ലവ് ദിസ് തിങ്.